എക്സലിലെ ആൻഡ് ഫംഗ്ഷൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഈ ടേബിളും ശ്രദ്ധിക്കുക. ഒരു ബാങ്ക് ലോൺ കിട്ടാനായിട്ട് അപ്ലൈ ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ ടേബിളിലുള്ളത്. ആദ്യത്തെ കോളത്തിൽ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്ത ആളുടെ പേര്, രണ്ടാമത്തെ കോളത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻകം അഥവാ വരുമാനം, മൂന്നാമത്തെ കോളത്തിൽ ക്രെഡിറ്റ് സ്കോർ, നാലാമത്തെ കോളത്തിൽ സിറ്റിസൺഷിപ്പ്, അതായത് അപ്ലൈ ചെയ്ത ആൾ ഇന്ത്യക്കാരനാണോ അല്ലേ എന്നുള്ള ഡീറ്റെയിൽസ്. ഇനി ലോൺ കിട്ടാനുള്ള കണ്ടീഷൻസ് നോക്കാം. ഒന്ന്, ഇൻകം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30,000, അതായത് മിനിമം 30,000 രൂപ വരുമാനം ഉണ്ടായിരിക്കണം. രണ്ട്, ക്രെഡിറ്റ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 700, അതായത് ക്രെഡിറ്റ് സ്കോർ 700 അതിലധികമോ ആയിരിക്കണം. മൂന്ന്, സിറ്റിസൺഷിപ്പ് ഇസ് ഇന്ത്യൻ, അതായത് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആൾ ഇന്ത്യക്കാരനായിരിക്കണം. ഇനി ഈ ടേബിളിൽ നിന്ന് ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് ലോണിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നോക്കാം. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എക്സൽ ഫംഗ്ഷനാണ്, അഥവാ ഒരു പ്രീ ഡിഫൈൻഡ് എക്സൽ ഫോമുലയാണ് ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ജോൺ എന്ന വ്യക്തി ലോൺ കിട്ടാൻ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഫോമുല ബാറിൽ ക്ലിക്ക് ചെയ്യുക, ഈക്വൽ ആൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആൻഡ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണ് ഈ കാണുന്നത്. ആൻഡ് ഫംഗ്ഷൻ്റെ ഒന്നാമത്തെ ഇൻപുട്ട് ലോജിക്കൽ 1. നമുക്ക് ചെക്ക് ചെയ്യേണ്ടുന്ന ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, മിനിമം 30,000 രൂപ വരുമാനം ഉണ്ടായിരിക്കണം. ജോണിന് മിനിമം 30,000 രൂപ വരുമാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് ജോണിൻ്റെ ഇൻകം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഈക്വൽ 30,000, കോമ. ആൻഡ് ഫംഗ്ഷൻ്റെ രണ്ടാമത്തെ ഇൻപുട്ട് ലോജിക്കൽ 2. നമുക്ക് ചെക്ക് ചെയ്യേണ്ടുന്ന രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്, ക്രെഡിറ്റ് സ്കോർ 700 അതിലധികമോ ആയിരിക്കണം. ജോണിൻ്റെ ക്രെഡിറ്റ് സ്കോർ 700 മുകളിലാണോ അല്ലേ എന്നുള്ളത് കണ്ടെത്താനായിട്ട് ക്രെഡിറ്റ് സ്കോർ കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഈക്വൽ 700, കോമ. മൂന്നാമത്തെ ഇൻപുട്ട് ലോജിക്കൽ 3. മൂന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, സിറ്റിസൺഷിപ്പ് ഇസ് ഇന്ത്യൻ. ജോൺ ഇന്ത്യക്കാരനാണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ജോണിൻ്റെ സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ഈക്വൽ ഡബിൾ കോട്ട്സ് ഇന്ത്യൻ ഡബിൾ കോട്ട്സ്. നോക്കുക, ഇവിടെ ഇപ്പോൾ 3 കണ്ടീഷൻസാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇങ്ങനെ 255 കണ്ടീഷൻസ് വരെ ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ആൻഡ് ഫംഗ്ഷൻ ഫോൾസ് എന്ന റിസൾട്ടാണ് തന്നത്. അതിന് കാരണം ഇതാണ്, ആൻഡ് ഫംഗ്ഷനുള്ളിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്നിൻ്റെ റിസൾട്ട് ഫോൾസ് ആണെങ്കിൽ ആൻഡ് ഫംഗ്ഷൻ ഫോൾസ് എന്ന റിസൾട്ട് ആവും തരിക. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻസ് ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തെ കണ്ടീഷൻ, ഇൻകം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30,000. ജോണിൻ്റെ ഇൻകം നോക്കുക 35,000, അതായത് 30,000-നേക്കാൾ അധികം. ആദ്യത്തെ കണ്ടീഷൻ്റെ റിസൾട്ട് ട്രൂ ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക, ക്രെഡിറ്റ് സ്കോർ ഗ്രേറ്റർ ദാൻ 700. ജോണിൻ്റെ ക്രെഡിറ്റ് സ്കോർ 730 ആണ്, അതായത് 700-നേക്കാൾ അധികം. രണ്ടാമത്തെ കണ്ടീഷൻ്റെ റിസൾട്ട് ട്രൂ ആണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം, സിറ്റിസൺഷിപ്പ് ഈക്വൽ ഇന്ത്യൻ. ജോൺ നേപ്പാളീസ് സിറ്റിസൺഷിപ്പ് ഉള്ള ആളാണ്, അതായത് മൂന്നാമത്തെ കണ്ടീഷൻ്റെ റിസൾട്ട് ഫോൾസ് ആണ്. അതുകൊണ്ടാണ് ആൻഡ് ഫംഗ്ഷൻ ഫോൾസ് എന്ന റിസൾട്ട് തന്നത്. അതേസമയം ജോണിൻ്റെ സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ ആയിരുന്നെങ്കിൽ ആൻഡ് ഫംഗ്ഷൻ ട്രൂ ആണ് റിസൾട്ടായിട്ട് തരിക. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ലോൺ കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് നേരെ ട്രൂ എന്നും, ലോൺ കിട്ടാൻ എലിജിബിലിറ്റി ഇല്ലാത്ത ആളുകൾക്ക് നേരെ ഫോൾസ് എന്നും വന്നാൽ കാണാം. സോഫിയ, ഇൻകം 45,000, അതായത് 30,000-നേക്കാൾ കൂടുതൽ. ക്രെഡിറ്റ് സ്കോർ 710, അതായത് ഗ്രേറ്റർ ദാൻ 700. അതേസമയം സിറ്റിസൺഷിപ്പ് നോക്കുക, നേപ്പാളീസ്. അതുകൊണ്ടാണ് സോഫിയയ്ക്ക് ലോൺ കിട്ടാൻ എലിജിബിലിറ്റി ഇല്ലാത്തത്. ഈതൻ, ഇൻകം 41,000, ക്രെഡിറ്റ് സ്കോർ 780, സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ. ആൻഡ് ഫംഗ്ഷൻ്റെ റിസൾട്ട് ട്രൂ. ഇനി ഇങ്ങനെ ട്രൂ ഫോൾസ് വാല്യൂസിന് പകരം കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ടുള്ള, അതായത് ലോൺ കിട്ടാൻ എലിജിബിൾ ആണ് അല്ലെങ്കിൽ എലിജിബിലിറ്റി ഇല്ല, അത്തരം മീനിങ് ഫുൾ ആയിട്ടുള്ള റിസൾട്ട് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് നോക്കാം. ഫോമുല ബാറിൽ വന്നിട്ട് ആൻഡ് ഫംഗ്ഷന് മുന്നിൽ ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇഫ് ഫംഗ്ഷൻ്റെ ഒന്നാമത്തെ ഇൻപുട്ട് ലോജിക്കൽ ടെസ്റ്റ്. ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ ഫോമുല ഇഫ് ഫംഗ്ഷൻ്റെ ലോജിക്കൽ ടെസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോവാണ്. അതിനുവേണ്ടി ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക, കോമ. ഇഫ് ഫംഗ്ഷൻ്റെ രണ്ടാമത്തെ ഇൻപുട്ട് വാല്യൂ ഇഫ് ട്രൂ, അതായത് ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതിയ ഫോമുലയുടെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടുന്ന വാല്യൂ. ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതിയ ഫോമുലയുടെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ
അതിൻ്റെ അർത്ഥം ലോൺ കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. ഡബിൾ കോട്ട്സ് എലിജിബിൾ ഡബിൾ കോട്ട്സ് കോമ ഇഫ് ഫംഗ്ഷൻ്റെ മൂന്നാമത്തെ ഇൻപുട്ട് വാല്യൂ ഇഫ് ഫോൾസ്. ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതിയ ഫോർമുലയുടെ റിസൾട്ട് ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ലോൺ കിട്ടാൻ എലിജിബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. ഡബിൾ കോട്ട്സ് നോട്ട് എലിജിബിൾ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ട്രൂ ഫോൾസ് വാല്യൂസിന് പകരം എലിജിബിൾ അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ എന്ന റിസൾട്ട് വന്നാൽ കാണാം. ജോണിൻ്റെ സിറ്റിസൺഷിപ്പ് ചേഞ്ച് ചെയ്യുന്നു, ശ്രീലങ്കൻ. നോക്കുക, നോട്ട് എലിജിബിൾ. സോഫിയ ഇന്ത്യൻ. നോക്കുക, സോഫിയ ലോൺ കിട്ടാൻ എലിജിബിൾ ആണ്. ആൻഡ് ഫംഗ്ഷൻ പോലെ തന്നെ മറ്റൊരു ലോജിക്കൽ ഫംഗ്ഷനാണ് ഓർ ഫംഗ്ഷനെ കുറിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.